താരകാസുരപുത്രന്മാരായ കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നീ അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് നേടിയ അപൂർവ വരത്താൽ അഹങ്കാരികളായി ദേവന്മാർക്കും ഋഷികൾക്കും മനുഷ്യർക്കുമെല്ലാം ഉപദ്രവകാരികളായി ലോകരക്ഷയ്ക്കായി മഹാദേവൻ നടത്തിയ ത്രിപുരദഹന കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവന്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിവരാറില്ല. ഭാരതത്തിലെ സിദ്ധാന്തങ്ങൾ പറയുന്ന സമയത്ത് ശൈവ സിദ്ധാന്തത്തിന് ശിവനുമായി ബന്ധപ്പെട്ട കഥകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അങ്ങനെ മഹാദേവന്റെ ലീലകൾ ഒരുപാട് പാടിപ്പുകഴ്ത്തുന്ന നമ്മളൊക്കെ തന്നെ പലപ്പോഴും കാണാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ പുരാണത്തിൽ ഏറ്റവും മികവോടുകൂടി പറയപ്പെട്ടിട്ടുള്ളതും നമുക്കിന്ന് സമൂഹത്തിൽ അത്രയധികം പ്രചാരത്തിലില്ലാത്തതുമായിട്ടുള്ള ഭഗവാന്റെ പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നാണ് ത്രിപുരദഹനം എന്ന് വിളിക്കപ്പെടുന്ന കഥ. ഭഗവാനെ വിളിക്കുന്ന ഒരു പേര് തന്നെയുണ്ട്, ത്രിപുരാരി എന്ന് മഹാദേവനെ വിളിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് മഹാദേവൻ എങ്ങനെയാണ് ത്രിപുരങ്ങളെ ഇല്ലാതാക്കിയത് എന്നുള്ള കഥയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവാസുര യുദ്ധം നടന്ന കഥ. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി മുരുകൻ ദേവസേനാധിപതിയായി താരകാസുരൻ എന്ന് വിളിക്കപ്പെടുന്ന അക്കാലത്തെ അസുരന്മാരുടെ രാജാവിനെ നിഗ്രഹിച്ച് ദേവന്മാർക്ക് അവരുടെ രാജ്യം തിരികെ നേടിക്കൊടുത്തു. ഭൂമിയിൽ സമാധാനം ഉണ്ടായി. എന്നാൽ ഈ താരകാസുരന് 3 മക്കളുണ്ടായി എന്നാണ് കഥയിൽ പറയുന്നത്. ഒരാളുടെ പേര് താരകാക്ഷൻ എന്നാണ്, രണ്ടാമത്തെ ഒരാളുടെ പേര് കമലാക്ഷൻ എന്നാണ്, മൂന്നാമത്തെ ആളുടെ പേര് വിദ്യുന്മാലി എന്നാണ്. ഇവർ 3 പേരും ചേർന്ന് ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. വരം ചോദിച്ചോളാൻ പറഞ്ഞു. 3 പേരും കൂടെ ചോദിച്ചത് അമരത്വം വേണം എന്നുള്ള വരാണ്. ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ കൊണ്ട് എന്തായാലും അമരത്വം തന്ന് അനുഗ്രഹിക്കാൻ സാധിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, വളരെയധികം ബുദ്ധിയോടെ അവർ ചിന്തിച്ച് ആലോചിച്ചൊരു വരം ചോദിച്ചു എന്നാണ്. എന്താ ചോദിച്ചത്? ഞങ്ങൾക്ക് 3 പുരങ്ങൾ വേണം. ഒരു വീട് അല്ലെങ്കിൽ ഒരു നഗരം സ്വർണം കൊണ്ടുള്ളതായിരിക്കണം, ഒരെണ്ണം വെള്ളി കൊണ്ടുള്ളതായിരിക്കണം, ഒരെണ്ണം ഇരുമ്പുകൊണ്ടുള്ളതായിരിക്കണം. ഞങ്ങൾ ഇതിൽ 3ലും താമസിക്കും. ഈ പുരങ്ങൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണോ 1000 വർഷത്തിലൊരിക്കൽ ഈ 3 പുരങ്ങളും ഒരു നേർരേഖയിൽ വരുന്നത്, ആ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് മരണമുണ്ടാവാൻ പാടുള്ളൂ, ഞങ്ങളെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വരം അങ്ങ് ഞങ്ങൾക്ക് തരണമെന്ന് ബ്രഹ്മാവിനോട് ഈ 3 അസുരന്മാരും ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ആ വരം കൊടുത്തു. അസുരശില്പിയായിട്ടുള്ള മയൻ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും പുരങ്ങളുണ്ടാക്കി. അതിൽ 3 പേരും താമസം തുടങ്ങി. അധികം വൈകിയില്ല, ദേവലോകത്തെ ആക്രമിച്ചു, ദേവന്മാരെ പുറത്താക്കി, ഭൂമിയിൽ മുഴുവൻ അശാന്തി ഉണ്ടായി, ധർമ്മത്തിന് കോട്ട സംഭവിച്ചു, പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി. പക്ഷേ ഈ 3 പേർക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, 3 പേർക്കൊരു ഗുണം ഉണ്ടായിരുന്നു. എന്താ അത്? 3 പേരും നല്ല ശിവഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് എളുപ്പത്തിൽ അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ശിവന്റെ ഭക്തി അത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ്. ശിവനോടുള്ള ഭക്തി ആ 3 പേർക്കും എപ്പോൾ കുറയുന്നോ അപ്പോഴേ അവർക്ക് അവരെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ഉപായപ്രകാരം അവരെ ശിവഭജനത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിയെ പതിയെ ശിവനോടുള്ള അവരുടെ താല്പര്യം കുറഞ്ഞു വരാൻ തുടങ്ങി. ഭഗവാന്റെ പ്രസാദം അവർക്ക് മേൽ കുറഞ്ഞു. ആ സമയത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് കൈലാസത്തിൽ പോയി ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ, ഈ ത്രിപുരന്മാരെ ഞാൻ നിഗ്രഹിച്ചു കൊള്ളാം എന്ന്, നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമായിട്ട് ഞാൻ ഉടനെ തന്നെ ഈ ത്രിപുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെടുകയാണ് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ഒരു പുറപ്പാടുണ്ട്. ഭഗവാന്റെ ആ ഒരു വരവ് തന്നെ അതിഗംഭീരമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഭഗവാന്റെ രഥം എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ചക്രങ്ങൾ പോലും സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിരുന്നു എന്നാണ്. ഭഗവാന്റെ വില്ലായിട്ട് ഭഗവാൻ എടുത്തിരുന്നത് മന്ദരപർവ്വതത്തെയാണെന്നും അതിൽ ഞാണായിട്ട് ഉപയോഗിച്ചിരുന്നത് വാസുകി എന്ന് പറയുന്ന സർപ്പത്തെയാണെന്നും അതിൽ അസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് സാക്ഷാൽ നാരായണനെയാണെന്നും ആ അസ്ത്രത്തിൻ്റെ അഗ്രഭാഗം കൂർത്ത ഭാഗത്തുണ്ടായിരുന്നത് അഗ്നിദേവനാണെന്നും ആ അസ്ത്രത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുണ്ടായിരുന്നത് വായുദേവനാണെന്നും അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു വർണ്ണനയാണത്. ഭഗവാനെ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് കാണാൻ പറ്റും. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശിവലിംഗമായിട്ട്, ശിവസ്വരൂപമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ത്രിപുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി വരുന്ന ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. പ്രപഞ്ചം മുഴുവൻ ആ യുദ്ധത്തിന് വേണ്ടി ഭഗവാന്റെ ഒപ്പം നിന്നു എന്നാണ്. എല്ലാം ഭൂമി ആയിരുന്നു ഭഗവാന്റെ രഥം എന്നാണ്. ആ രഥത്തിന്റെ ചക്രങ്ങളായിട്ട് സൂര്യനും ചന്ദ്രനും നിന്നു എന്ന് പറയുമ്പോൾ ആ രഥത്തിനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കണം എങ്ങനെയുള്ളൊരു രഥത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. അത്ര ഗംഭീരമായിട്ട് ആ രഥത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഭഗവാൻ
കൃത്യമായിട്ട് തൻ്റെ ആ നാരായണാസ്ത്രം കൊണ്ട് ഈ 3 പുരങ്ങളും നേർരേഖയിൽ വന്ന സമയത്ത് ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ അതിനെ ഭസ്മാക്കി ഒരേ സമയം എന്നുമാണ് പറയുന്നത്. നോക്കൂ, ഇത് ഈ കഥ ഇവിടെ അനുസ്മരിക്കുന്നത് 3 പുരങ്ങളെ ഭഗവാൻ കത്തിച്ചു എന്ന് സാമാന്യ അർത്ഥത്തിൽ പറയാനല്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ 3 പുരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്, ഈ 3 പുരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള 3 ഗുണങ്ങളാണ് എന്നാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം ഇല്ലാതാവുമ്പോഴാണ് ഗുണാതീതമായിട്ടുള്ള ബ്രഹ്മത്തെ നമുക്കറിയാൻ സാധിക്കുക. അപ്പം മഹാദേവൻ വിഷ്ണുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ 3 പുരങ്ങളും തകർത്തു എന്ന് പറയുമ്പോൾ സാമാന്യാർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ഗുണവും, ഈവൻ അത് സത്വഗുണമാണെങ്കിൽ പോലും അതിനെയും മറികടന്ന് ഗുണാതീതമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ബ്രഹ്മവിദ്യ തന്നെയാണ് ഈ കഥയിലൂടെ പറഞ്ഞത്. മഹാത്മാക്കൾ എപ്പോഴും അങ്ങനെയാണ്. മഹത്തായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരുപയോഗിച്ചിട്ടുള്ള ഉപായമാണ് കഥകൾ എന്ന് പറയുന്നത്. ഇപ്പം ത്രിപുരാരി എന്ന് ഭഗവാനെ വിളിക്കുന്ന സമയത്ത്, ത്രിപുരാന്തകനായിട്ട് ഭഗവാനെ കണ്ട് ആരാധിക്കുന്ന സമയത്ത് ആത്യന്തികമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഭഗവാനെ എൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ 3 പുരങ്ങളുണ്ട്. എൻ്റെ ഉള്ളിൽ തമോ ഗുണത്തിൻ്റെ വലിയൊരു പുരമുണ്ട്, എൻ്റെ ഉള്ളിൽ രജോ ഗുണത്തിൻ്റെ പുരമുണ്ട്, എൻ്റെ ഉള്ളിൽ സത്വഗുണത്തിൻ്റെയും പുരമുണ്ട്. അതിനെയൊക്കെ തകർത്തുകൊണ്ട് അങ്ങാകുന്ന പരബ്രഹ്മത്തെ അറിയാൻ ഞങ്ങളെ സഹായിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ത്രിപുര ദഹനം കഥ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാൻ. മഹാദേവൻ്റെ ഏതൊരു കഥ എടുത്താലും ഇതുപോലെ നമുക്ക് അതിനകത്തുള്ള സൂക്ഷ്മാംശത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ വെറും കഥ കേട്ട് മാത്രം പോകുന്ന തലമുറയായിട്ട് നമ്മൾ അവശേഷിക്കും. കഥ കേട്ടുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും തന്നെ നേടാനില്ല. ആ കഥയിലൂടെ മഹാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള അതിൻ്റെ സത്ത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ കഥയൊക്കെ മനോഹരമാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.